നമസ്കാരം, ഔട്ട് ഓഫ് ദി ബോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ അനിൽ കെയും ഡേവിഡ് ജെയിംസും ഒക്കെ സൂപ്പറായി കളിക്കുന്ന കാണുമ്പോൾ, ഈ കഴിഞ്ഞ മാച്ചിൽ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും സെഞ്ചുറിയും ഡബിൾ സെഞ്ചുറിയും അടിക്കുന്ന കാണുമ്പോഴൊക്കെ ടി വിയുടെ മുന്നിൽ ആവേശത്തോടെ ഇരുന്ന് അതേ ആവേശത്തോടെ മനസ്സിൽ പന്ത് തട്ടുന്നവരാണ് നമ്മിൽ പലരും. പലപ്പോഴും നമ്മുടെ കളിഭ്രാന്ത് മനസ്സിൽ തന്നെ കളിച്ചു തീരുകയും ചെയ്യും. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ട്, നിങ്ങളെ കളിപ്പിക്കാനായി മാത്രം രൂപം കൊണ്ട ഒരു കമ്പനിയെക്കുറിച്ച് ചിന്തിച്ച് നോക്കൂ. അത്തരത്തിലൊരു കമ്പനി തിരുവനന്തപുരത്തുണ്ട്. സ്പോർട്സ് ഫോർ യു എന്നാണ് അതിൻ്റെ പേര്. ഈ യങ് ആൻഡ് സ്പോർട്ടി ആശയത്തെക്കുറിച്ചാണ് ഇന്ന് ഔട്ട് ഓഫ് ദി ബോക്സിൽ ആദ്യം. എൻ്റെ പേര് അരുൺ എന്നാണ്. ഞാൻ സ്പോർട്സ് ഫോർ യുവിൻ്റെ കോഫൗണ്ടേഴ്സിൽ ഒരാളാണ്. ഞാനിവിടെ ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിൽ 2003 പാസ് ഔട്ടായി. അതിനുശേഷം IIM അഹമ്മദാബാദിൽ 2005 പാസ് ഔട്ടായി. ഒരു 10 വർഷം കോർപ്പറേറ്റ് വേൾഡിൽ വർക്ക് ചെയ്യായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ലോകത്തിൻ്റെ പല സ്ഥലത്തും സഞ്ചരിക്കുകയും, അപ്പോൾ അവിടെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് സ്പോർട്സ് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് അവിടെയെല്ലാം. ഇവിടെ ഞങ്ങൾ തിരിച്ചെത്തിയപ്പോൾ, ഞാനും എൻ്റെ കോഫൗണ്ടർ രാഹുലും ഇവിടെ തിരിച്ചെത്തിയപ്പോൾ ഞങ്ങൾ കാണുന്നത്, ഇവിടെ നമ്മൾ സ്പോർട്സ് എന്ന് പറയുന്നത് വളരെ പ്രൊഫഷണൽ അത്ലറ്റ്സിന് മാത്രമായിട്ട് മാറ്റിവെച്ചിരിക്കുന്ന ഒരു ഏരിയയാണ്. ഒരു 25-30 വയസ്സ് കഴിഞ്ഞാൽ ആൾക്കാർക്ക് സ്പോർട്ടിലേക്കുള്ള ആഭിമുഖ്യം വളരെ കുറവാണ്. പക്ഷേ ഞങ്ങൾക്ക് ഇതിലുള്ള വലിയ ഇൻട്രസ്റ്റും മാത്രമല്ല, ഈ സ്പോർട്സ് ഒരു എല്ലാവരുടെയും ലൈഫിൻ്റെ പാർട്ടാക്കി മാറ്റണം എന്നുള്ളൊരു വിഷനോടുകൂടിയാണ് ഞങ്ങൾ സ്പോർട്സ് ഫോർ യു തുടങ്ങിയത്. ഇതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്, ചെറിയ കുട്ടികൾ തൊട്ട് സീനിയേഴ്സ്, റിട്ടയറായ ആൾക്കാർ വരെയുള്ളവർക്ക് സ്പോർട്സിൽ കൂടെ ഫിറ്റ്നസ് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്നാണെങ്കിൽ സ്കൂൾസിൽ പലയിടത്തും ട്രെയിനിങ്സ് ഉണ്ട്. പക്ഷേ ജോലിക്ക് കയറുന്ന ആൾക്കാർക്ക് കളിക്കാനോ അതിൻ്റെ ഓർഗനൈസ് ചെയ്യാനോ ഉള്ള ഫെസിലിറ്റീസ് വളരെ കുറവാണ്. അതിനുശേഷം സീനിയേഴ്സ് ആയിട്ടുള്ളവർക്ക് സ്പോർട്സ് അല്ലെങ്കിൽ ഫിറ്റ്നസ് ഒരുപാട് വേണ്ട ഒരു സാഹചര്യത്തിൽ അവർക്കത് വളരെ കുറച്ചേ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യാമെന്നുള്ള ഗ്രാൻഡ് വിഷനോടുകൂടിയാണ് സ്പോർട്സ് ഫോർ യു സ്റ്റാർട്ട് ചെയ്തത്. സ്പോർട്സ് ഫോർ യു ഞങ്ങളെല്ലാവരും ട്രിവാൻഡ്രം ബേസ് ചെയ്ത് ഉള്ള ഒരു ഗ്രൂപ്പാണിപ്പോൾ. ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സ്കൂൾസിൽ പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്, ടെക്നോ പാർക്കിൽ പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. ടെക്നോ പാർക്കിൽ ഒരു അറീന തന്നെ നമ്മൾ റൺ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു കമ്മ്യൂണിറ്റി പ്രോഗ്രാം, ഇവിടെ വർക്ക് ചെയ്യുന്നവരും അല്ലാത്തവർക്കുമായിട്ട് ചേർന്നുള്ള പ്രോഗ്രാമായിട്ട് നമ്മൾ ലയോള സ്കൂളിലൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾ കമ്മ്യൂണിറ്റി സെൻറ്റേഴ്സ്, സ്പോർട്ടിംഗ് സെൻറ്റേഴ്സ് ഓവറോൾ ഡെവലപ്പ് ചെയ്ത് ആൾക്കാർക്ക് വന്ന് കൂടാനും സോഷ്യലൈസ് ചെയ്യാനും കളി പ്രൊമോട്ട് ചെയ്യാനും ഒക്കെ ആയിട്ട് സെൻറ്റേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ബാംഗ്ലൂരിലും കൊച്ചിയിലും ഒക്കെ പല സെൻറ്റേഴ്സും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ ടീമിൽ 10ഓളം ആൾക്കാരുണ്ട്. കേരളത്തിലെ പല സ്ഥലത്തായിട്ട് നമ്മൾ എല്ലാ സമയത്തും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്കൂൾസ് മാർക്കറ്റും, കോർപ്പറേറ്റ് മാർക്കറ്റ്, കമ്മ്യൂണിറ്റി മാർക്കറ്റ്, സ്പോർട്സ് സെൻറ്റേഴ്സ്, ഇതിലെല്ലാം കവർ ചെയ്യാനായിട്ട് നമ്മുടെ ഈ 10ഓളം പ്രൊഫഷണൽസ്, ഈ ഇന്നുള്ള ആൾക്കാരെല്ലാവരും കോർപ്പറേറ്റ് ജോലി അല്ലെങ്കിൽ ഹൈലി ക്വാളിഫൈഡ് എഞ്ചിനീയറിംഗ് MBAs ആയിട്ടുള്ളവരാണ് എല്ലാവരും. പലരും ഇൻഫോസിൽ നിന്നൊക്കെ ഹൈ പേയിങ് ആയിട്ടുള്ള ജോലി, അതുപോലുള്ള കമ്പനികളിൽ നിന്ന് ഹൈ പേയിങ് ആയിട്ടുള്ള ജോലി കളഞ്ഞ് അവരുടെ പാഷന് വേണ്ടി ഇങ്ങനെ സ്പോർട്സ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് നമ്മൾ ജോയിൻ ചെയ്ത ആൾക്കാരാണ്. ഹായ്, എൻ്റെ പേര് കൃഷ്ണനുണ്ണി. ഞാൻ ട്രിവാൻഡ്രം സ്പോർട്സ് വിൻ്റെ സെൻട്രൽ ഓപ്പറേഷൻസ് ഹെഡ് ചെയ്യുന്നു. ഞാൻ 2006 BTech പാസതിന് ശേഷം ഒരു 7 to 8 years IT-യിലായിരുന്നു. അതിനുശേഷം അരുണും രാഹുലായിട്ട് സംസാരിക്കാൻ ഇടവരികയും അവരുടെ ഈ കോൺസെപ്റ്റിൽ എനിക്ക് ഐ വാസ് എക്സൈറ്റഡ് വിത്ത് ദ കോൺസെപ്റ്റ്. അങ്ങനെയാണ് ഞാൻ സ്പോർട്സ് വേയിൽ ജോയിൻ ചെയ്യുന്നത്. ആക്ച്വലി സ്പോർട്സ് വേയിൽ നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റീസിന് വേണ്ടി കേറ്റർ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ കോർപ്പറേറ്റ്സിന് വേണ്ടിയും സ്കൂൾസിന് വേണ്ടിയും പിന്നെ പുറത്തുള്ള കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയും. കോർപ്പറേറ്റ്സിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ അവർക്ക് വേണ്ടി എംപ്ലോയി എൻഗേജ്മെൻറ്റ് പ്രോഗ്രാംസ്, ലീഡർഷിപ്പ് എക്സലൻസ് ആൻഡ് എക്സലൻസ് പ്രോഗ്രാംസ്, അത് അവരുടെ ടീം ബിൽഡിംഗ് ആക്ടിവിറ്റീസും ലീഡർഷിപ്പ് എക്സലൻസിന് വേണ്ട പ്രോഗ്രാംസൊക്കെ ചെയ്യുന്നുണ്ട്. എംപ്ലോയി എൻഗേജ്മെൻറ്റ് പ്രോഗ്രാം ബേസിക്കലി ത്രൂ സ്പോർട്സ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എവറി ആക്ടിവിറ്റി നമ്മളെല്ലാം ചെയ്യുന്നത് ത്രൂ സ്പോർട്സ് ആയിരിക്കും. അപ്പോൾ എംപ്ലോയി എൻഗേജ്മെൻറ്റ് ഒരു 1 day ഫുൾ ഡേ പ്രോഗ്രാം ആയിരിക്കും. അത് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സ്പോർട്സ് ലൈക്ക് ഫുട്ബോൾ, ക്രിക്കറ്റ്, ഡോഡ്ജ് ബോൾ, റഗ്ബി, ഇങ്ങനെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സ്പോർട്സ് എല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഒരു 1 day ഒരു പാക്കേജ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് ടു മേക്ക് എവരി വൺ പ്ലേ, കോർപ്പറേറ്റ്സിലുള്ള എല്ലാ എംപ്ലോയീസിനെയും കൊണ്ട് കളിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണ്. ഈവൻ ലേഡീസ് എല്ലാം ഇൻക്ലൂഡ് ആയിരിക്കും അതിനകത്ത്. ഹായ്, എൻ്റെ പേര് എലിസബത്ത്. ഞാൻ മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് BTech ഗ്രാജുവേറ്റ് ആണ്. ഞാൻ സ്പോർട്സ് ഫോയിൽ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സ്പോർട്സ് എങ്ങനെ സാധാരണക്കാർക്ക്
ചെറുപ്പക്കാർ മുതൽ പ്രായമുള്ളവർക്ക് വരെ എങ്ങനെ എത്തിക്കാമെന്നാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. സോഷ്യൽ മീഡിയ വഴിയായാലും ഏതൊക്കെ പ്ലാറ്റ്ഫോം വഴിയായാലും എങ്ങനെ ഏതൊരാൾക്കും എത്തിക്കാമെന്നാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ എല്ലാവരുടെയും ആരോഗ്യാവസ്ഥ എത്ര ഗുരുതരമായ നിലയിലേക്കാണ് പോകുന്നത് നമ്മൾ ആരും തിരിച്ചറിയുന്നില്ല. സ്പോർട്സ് എന്ന് പറയുന്നത് ഒരു മാച്ച്, കളി എന്നതിനുപരി അത് നമ്മുടെ ആരോഗ്യത്തെയും എത്രമാത്രം സഹായിക്കുന്നു എന്ന് നമ്മൾ അറിയുന്നില്ല. അങ്ങനെ ഒരു സന്ദേശം കൂടിയാണ് ഞങ്ങൾ സ്പോർട്സ് ഫോർ യു ആൾക്കാർക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നത്. മാത്രമല്ല സ്ത്രീകൾക്ക് വേണ്ടി തന്നെ അവരുടെ ഫിറ്റ്നസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എയറോബിക്സ് പോലെയുള്ള സിംബ, ഡാൻസ് ബേസ്ഡ് ഫിറ്റ്നസ് ആയിട്ടുള്ള പ്രോഗ്രാംസും സൊല്യൂഷൻസും ഉണ്ട്. കുട്ടികൾക്കും ചെറുപ്പം മുതലേ അവർക്ക് കളി പഠിക്കാനും കളിയായിട്ട് ഇണങ്ങിച്ചേരാനും വേണ്ടി നമുക്ക് സ്കൂളുകളിൽ പ്രോഗ്രാംസ് ഉണ്ട്, ട്രെയിനിങ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മളുടെ കമ്മ്യൂണിറ്റി സ്പോർട്സ് എക്സിക്യൂട്ടീവ് പ്രവീണ കൂടുതൽ പറയുന്നുണ്ട്. ഹായ്, എൻ്റെ പേര് പ്രവീണ. ഞാൻ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് വയനാട്ടിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്ത് ഇപ്പോൾ സ്പോർട്സ് ഫോർ യുവിൻ്റെ കമ്മ്യൂണിറ്റി സ്പോർട്സ് എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യുകയാണ്. 11 വർഷമായിട്ട് ഞാൻ ടേബിൾ ടെന്നീസ് പ്ലെയറാണ്. ലാസ്റ്റ് നാഷണൽ ഗെയിംസിൽ ഞാൻ കേരളയെ റെപ്രസെൻറ്റ് ചെയ്ത് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യണമെന്നായിരുന്നു എൻ്റെ താല്പര്യം. ഡിഗ്രി കഴിഞ്ഞ് ഇനി എന്ത് എന്നുള്ളൊരു രീതിയിൽ ഇരിക്കുമ്പോഴാണ് സ്പോർട്സ് ഫോർ യുവിൻ്റെ ഈ ഒരു ഓഫർ എനിക്ക് കിട്ടുന്നത്. ലേഡീസ് പൊതുവെ സ്പോർട്സിലേക്ക് കടന്നു വരാൻ ഒരു മടി കാണിക്കാറുണ്ട്. എപ്പോഴും അത് അങ്ങനെ തന്നെയാണ്. ഫാമിലി, ജോബ്, ആ ഒരു രീതിയിലേക്ക് ഒതുങ്ങി കൂടുകയാണ് സാധാരണ സ്ത്രീകളുടെ ഒരു രീതി. ആ ഒരു രീതി മാറ്റി കൂടുതൽ പേരെ സ്പോർട്സിലേക്ക് കൊണ്ടുവരിക, അതിൽ സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തുക, ഇതൊക്കെയാണ് സ്പോർട്സ് ഫോർ യുവിൻ്റെ ലക്ഷ്യം. ഹായ്, എൻ്റെ പേര് ജിതിൻ. ഞാൻ സ്പോർട്സ് ഫെയറുടെ ഇനീഷ്യൽ ഡേയ്സ് മുതലേ ഉണ്ട്. എൻ്റെ ഇവിടുത്തെ റോൾ എന്ന് പറഞ്ഞാൽ ഞാൻ സ്പോർട്സ് ഫെയറിൽ പ്രോഗ്രാം ഡിസൈനർ മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതിൽ എൻ്റെ ടാസ്ക് ബേസിക്കലി ഇവിടുത്തെ പ്രോഡക്ട്സ് ഡിസൈൻ ചെയ്യാനും കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റിലാണ്. നമ്മുടെ ഒരു പ്രോഡക്റ്റിനെ പറ്റി ഞാനിപ്പോൾ പറയാം. ഫിറ്റസ്റ്റ് എന്ന് പറഞ്ഞൊരു പുതിയൊരു പ്രോഡക്റ്റ് നമ്മൾ ടെക്നോ പാർക്കിൽ ഒരു 3 കമ്പനീസിൽ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. അതൊരു ഫിറ്റ്നസ് അസസ്മെൻറ്റ് ടൂളാണ്. ദാറ്റ് ഈസ് ഒരാളുടെ ബേസിക് ഫിറ്റ്നസ് ലെവൽ കണ്ടുപിടിക്കാൻ ഒരു പ്രൊസീജിയറാണിത്. ഈ ഫിറ്റ്നസ്സിലൂടെ നമുക്ക് ഒരാളുടെ സർട്ടൻ പാരാമീറ്റേഴ്സിലൂടെ ഒരാൾ എത്ര ഫിറ്റാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ പാരാമീറ്റേഴ്സ് സ്ട്രെങ്ത്, ഫ്ലെക്സിബിലിറ്റി, കാർഡിയോവാസ്കുലർ ഹെൽത്ത്, റിഫ്ലെക്സസ്, ഹാൻഡ് ഐ കോർഡിനേഷൻ, അങ്ങനെ ഒരു 10 പാരാമീറ്റേഴ്സ് ഉണ്ട്. സോ ഇതിലൊരു സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഈ പെർട്ടിക്കുലർ പ്രൊസീജിയറിലൂടെ ഒരാളുടെ അത്ലറ്റിക് പെർഫോമൻസ് എല്ലാം നമ്മൾ നോക്കുന്നത്. അയാളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിലുള്ള ആവശ്യമുള്ള അയാളുടെ ഫിറ്റ്നസ്, അതാണ് നമ്മൾ നോക്കുന്നത്. സോ ഈ ഫിറ്റസ്റ്റ് ഇതിലൂടെ വേറൊരു ഇമ്പോർട്ടൻറ്റ് ഒരു യൂസും കൂടിയുണ്ട്. നമ്മുടെ ഈ പ്രൊസീജിയറിൽ കിട്ടുന്ന റിസൾട്ട്സ് വെച്ചിട്ട് അയാൾക്ക് ക്ലിയർലി മനസ്സിലാക്കാം അയാൾ എന്ത് ഫിറ്റ്നസ് ലെവലിലാണ്. ആൻഡ് ഈ റിസൾട്ട്സ് വെച്ചിട്ട് അയാളുടെ ഫ്യൂച്ചർ ഫിറ്റ്നസ് അയാൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. സോ ആ ഒരു പ്രോസസ്സിലും നമ്മുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. വി ഹെൽപ്പ് ഹിം പ്രൊവൈഡ് സജഷൻസ്. അയാളുടെ ഇൻട്രസ്റ്റ് വെച്ചിട്ട് വി ഗിവ് ഹിം അവന്യൂസ് ടു മീറ്റ് ഹിസ് ഫിറ്റ്നസ് നീഡ്സ്. ഐ ആം നവാസ് ഷെരീഫ്. ഞാൻ ഒരു ബിടെക് ഗ്രാജുവേറ്റാണ്. 2012 ഞാൻ ബിടെക് കഴിഞ്ഞത്. ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ ഞാൻ വോളിബോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. വോളിബോൾ മലപ്പുറം ഡിസ്ട്രിക്ട് ലെവൽ കളിച്ചിട്ടുണ്ട്. അതുപോലെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് കളിച്ചിട്ടുണ്ട്. ഞാൻ സ്പോർട്സിനോടുള്ള എൻ്റെ ഭയങ്കരമായിട്ട് പാഷനേറ്റ് ആയിരുന്നു സ്പോർട്സിൽ. അപ്പോൾ അത് കാരണം ഞാൻ ബിടെക് കഴിഞ്ഞിട്ട് 1 വർഷത്തോളം സോഫ്റ്റ് കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഞാൻ സ്പോർട്സ് ഫോറിനെ കുറിച്ച് അറിയുന്നത്. ഞാൻ ലാസ്റ്റ് ഇയർ 2014 ജനുവരിയിലാണ് ഞാൻ സ്പോർട്സ് ഫോറിൽ ജോയിൻ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ സ്പോർട്സ് ഫോറിൽ മാനേജ് ചെയ്യുന്നത് ബാക്ക് ആൻഡ് ഓപ്പറേഷൻസ് ആൻഡ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റാണ്. കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ഏജിലുള്ള ആളുകൾക്ക്, സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും എല്ലാ ഏജിലുള്ള ആളുകൾക്ക് അവർ കളിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടും പലപ്പോഴും കളിക്കാനുള്ള ഒരു സൗകര്യമോ ഒരു ഫെസിലിറ്റീസോ അവൈലബിൾ അല്ലാത്തൊരവസ്ഥയാണ്. ഈ ഒരു അവസരത്തിലാണ് സ്പോർട്സ് ഫോർ കമ്മ്യൂണിറ്റി പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ചെയ്യുന്നത് എല്ലാ ഏജിലുള്ള ആളുകൾക്ക് ഫുട്ബോൾ, ക്രിക്കറ്റ്, അതുപോലെ എല്ലാ സ്പോർട്സും ഇപ്പോൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന സ്പോർട്സ് ഫുട്സാൽ, ക്രിക്കറ്റ്, വോളിബോൾ, ബാസ്കറ്റ് ബോൾ, ഹാൻഡ് ബോൾ, ടേബിൾ ടെന്നീസ്, ബാഡ്മിൻ്റൺ, ഇങ്ങനെ എല്ലാ സ്പോർട്സും നമ്മളിപ്പോൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സ്പോർട്സിനോടുള്ള താല്പര്യം കുട്ടിക്കാലത്തെ പോലെ തന്നെ ജീവിതകാലം മുഴുവൻ കാത്തു സൂക്ഷിക്കണം എന്നുള്ള താല്പര്യമാണ് സ്പോർട്സ് ഫോർ യു എന്ന കമ്പനിയുടെ പിറവിക്ക് കാരണമായത്. ടെക്നോ പാർക്കിലെ ഹൈ പ്രൊഫൈൽ ജോലി ഉപേക്ഷിച്ചുകൊണ്ട് ഈ യങ്സ്റ്റേഴ്സ് കളിക്കാനിറങ്ങിയതും ഇതേ താല്പര്യം കൊണ്ട് തന്നെയാണ്.
ഇന്ന് ടെക്നോ പാർക്കിലെ ഒരുപാട് കമ്പനികളിൽ നിന്ന് നൂറുകണക്കിന് എംപ്ലോയീസ് സ്പോർട്സ് ഫോർ യുവിൽ അംഗങ്ങളാണ്. ഒപ്പം തിരുവനന്തപുരം സിറ്റിയിൽ കളിക്കാൻ ആഗ്രഹിക്കുന്ന ആർക്കും പ്രായഭേദമന്യേ സ്പോർട്സ് ഫോർ യുവിലെ അംഗങ്ങളാവും. സ്പോർട്സ് ഫോർ യു ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞങ്ങളുടെ സ്റ്റാർട്ടിംഗ് ഗ്രൂപ്പിൻ്റെ കളിയിലുള്ള ഇൻട്രസ്റ്റും അതുപോലെ മറ്റുള്ളവർക്കും അതുപോലെ വന്ന് കളിക്കാനുള്ള അത്രത്തോളം ഇൻട്രസ്റ്റ് അവരുടെ രീതിയിൽ കളി കണ്ടുപിടിച്ച് പോകാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരോ സമയമില്ലാത്ത ആൾക്കാർക്കോ ഒക്കെ ഈസി ആയിട്ട് കളിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്പോർട്സ് ഫോർ യു സ്റ്റാർട്ട് ചെയ്തത്. ഇന്നിപ്പോൾ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ ജോലിയെ കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ കളിയിലുള്ള അവരുടെ ഇൻട്രസ്റ്റ് ഫോളോ ചെയ്യാൻ സമയം കിട്ടുന്നില്ല. അപ്പോൾ ഞങ്ങളെപ്പോലെ ഒരു ഡെഡിക്കേറ്റഡ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവർക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യും. ഞങ്ങളുടെ പല പ്രോഗ്രാംസിൽ കൂടെ അവർക്ക് അവരുടെ കളിയിലുള്ള ഇൻട്രസ്റ്റ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഇതാണ് സ്പോർട്സ് ഫോർ യുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം. നമ്മുടെ സമയം ബാക്കിയുള്ള കാര്യങ്ങളിൽ പഠിക്കുക, അല്ലെങ്കിൽ ജോലി ചെയ്യുക, അല്ലെങ്കിൽ റിട്ടയർ ആയിരിക്കുന്ന ആൾക്കാർക്ക് കളിയിലേക്ക് തിരിച്ചു വരാനും കളി പിക്കപ്പ് ചെയ്യാനും ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. അതിനുവേണ്ടിയാണ് ഞങ്ങളുടെ ഓർഗനൈസേഷൻ ഫുൾ ടൈം വർക്ക് ചെയ്യുന്നത്. അതിനുവേണ്ടി ഞങ്ങൾ പല ലീഗ്സും ഓർഗനൈസ് ചെയ്യുന്നു, പല ഈവനിങ് പ്രോഗ്രാംസ് ഓർഗനൈസ് ചെയ്യുന്നു, മോർണിംഗ് പ്രോഗ്രാംസ് ഓർഗനൈസ് ചെയ്യുന്നു. ഇതൊക്കെ വഴി ഞങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ ഫുൾ ടൈം ആയിട്ട് ഇതിനകത്ത് ചെയ്യുമ്പോൾ ബാക്കിയുള്ള ആൾക്കാർക്ക് അത്രത്തോളം കുറച്ച് സമയം സ്പെൻഡ് ചെയ്താൽ മതി ഈ അവരുടെ കളിയിലുള്ള ഇൻട്രസ്റ്റ് ഫോളോ ചെയ്യുന്നതിനായിട്ട്. പിന്നെ പല ഏജ് ഗ്രൂപ്പ്സിനും കളി പിക്കപ്പ് ചെയ്യാൻ ഓരോരുത്തർക്കും പലതരത്തിലുള്ള ഫിയേഴ്സാണുള്ളത്. പലർക്ക് ഇഞ്ചുറി വരും, ചിലർക്ക് എനിക്ക് കളിക്കാൻ പറ്റില്ല എന്നൊക്കെ ഉള്ള പേടിയുണ്ട്. അപ്പോൾ ഇതൊക്കെ മാറ്റാനായിട്ട് പല ഏജ് ഗ്രൂപ്പ്സിനും പിക്കപ്പ് ചെയ്യാനുള്ള സ്പെസിഫിക് ആയിട്ടുള്ള സർവീസ് പ്രോഗ്രാംസ് നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെ സ്പോർട്സിനെ സെൻറ്റർ ചെയ്തൊരു സർവീസ് പ്രൊവൈഡ് ചെയ്യുക, ആൾക്കാരുടെ സ്പോർട്സിലേക്ക് വരാനുള്ള ബാരിയേഴ്സ് കാര്യമായിട്ട് കുറയ്ക്കുക എന്നുള്ളതാണ് സ്പോർട്സ് ഫോർ യു സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പ്രധാന ഉദ്ദേശം. ഞാൻ ജോസി MBA കഴിഞ്ഞ് മുത്തൂരിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇതുപോലെ സ്പോർട്സ് ഫോർ യു എന്നൊരു വെറൈറ്റി സ്പോർട്സ് മാനേജ്മെൻറ്റ് ഫേമിനെ കുറിച്ച് കേട്ടത്. നമ്മൾ +2 കഴിഞ്ഞപ്പോൾ തൊട്ട് സ്പോർട്സ് അത്ലറ്റിക്സ് എല്ലാം ഇൻട്രസ്റ്റഡ് ആയിരുന്നു. പക്ഷേ കോളേജ് ലെവലിലോ സ്കൂൾ ലെവലിലോ നമുക്ക് അത്രയും അങ്ങോട്ട് യൂഷ്വലി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അതുപോലെ അല്ലെങ്കിൽ ഫുൾ ടൈം നമുക്ക് ഡെയിലി കളിക്കാനുള്ള ഒരു പ്രൊഫഷൻ നമുക്ക് കിട്ടിയിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് മുത്തൂരിൽ നിന്ന് ഇങ്ങോട്ട് മാറിയത്. ഇവിടെ ഇപ്പോൾ ഒരു കംപ്ലീറ്റ് ഏജ് ഗ്രൂപ്പിൻ്റെ സ്പോർട്സ് എൻഗേജ്മെൻറ്റ് പ്രോഗ്രാമാണ് യൂഷ്വലി നടക്കുക. അപ്പോൾ ഞാൻ സ്കൂൾസ് ഏരിയയാണ് ഫോക്കസ് ചെയ്യുന്നത്. നമ്മുടെ കേരള ഗവൺമെൻറ്റും അതുപോലെ LNCPയും നടത്തിയ ഒരു സർവേയിൽ കുട്ടികൾ 80% കുട്ടികളും കായികക്ഷമത നിലവാരമില്ലാത്തവരാണെന്നാണ് പഠനം കണ്ടെത്തിയത്. അപ്പോൾ അതിനൊരു പ്രോഗ്രാമാണ് യൂഷ്വലി ബാംഗ്ലൂർ ബേസ്ഡ് ഒരു എഡ്യൂ സ്പോർട്സ് എന്നൊരു ഫേമുമായിട്ട് ഞങ്ങൾ ടൈപ്പിലാണ്. അവരുടെ പ്രോഗ്രാം ഞങ്ങളിവിടെ 10 സ്കൂളിൽ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. പ്രോഗ്രാമിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അത് ഒരു സ്കൂളിൽ ബാക്കിയുള്ള സബ്ജക്റ്റ് പോലെ തന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ്. യൂഷ്വലി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ബാക്കിയുള്ള സബ്ജക്റ്റ് പോലെ തന്നെ ഒരു സ്ട്രക്ചേർഡ് കരിക്കുലം വെച്ച് ഫോളോ ചെയ്യുന്നു. അവരുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ വെൽ ട്രെയിൻഡ് സ്റ്റാഫാണ് പ്രോഗ്രാം യൂഷ്വലി സ്കൂളിൽ ചെയ്യുന്നത്. അതാണ് സ്കൂൾ ലെവൽ പ്രോഗ്രാം. അതിലാണ് ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ഞങ്ങളിന്ന് പല കളികളിലും ആൾക്കാർക്ക് കളിക്കാൻ അവസരം കൊടുക്കുന്നുണ്ട്. ഫുട്ബോൾ, ക്രിക്കറ്റ്, ടേബിൾ ടെന്നീസ്, വോളിബോൾ, ബാഡ്മിൻ്റൺ, ഇങ്ങനത്തെ പ്രോഗ്രാംസ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ സാധാരണ നമ്മളൊരു ക്രിക്കറ്റ് ഫീൽഡിൽ പോയി കളിക്കുന്നതോ ഫുട്ബോൾ ഫീൽഡിൽ പോയി കളിക്കുന്നതോ എന്നും സ്പോർട്സ് ഫോർ യുവിൻ്റെ കൂടെ കളിക്കുമ്പോൾ എന്താ വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്പോർട്സ് ഫോർ യുയുടെ പ്രോഗ്രാമിൻ്റെ പാർട്ടായിട്ട് നമ്മൾ കളിക്കുമ്പോൾ നമ്മൾ നിങ്ങളുടെ കംപ്ലീറ്റ് കംഫർട്ട് ആൻഡ് നിങ്ങളുടെ ഡെവലപ്മെൻറ്റ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ഗെയിം കളിക്കുന്നതിന് മുമ്പ് തന്നെ പ്രോപ്പർ വാമപ്പ്, പ്രോപ്പർ എക്യുപ്മെൻറ്റ് യൂസേജ്, ഇതെല്ലാം നമ്മൾ നിങ്ങൾക്ക് അഡ്വൈസ് തരും. നിങ്ങളുടെ ഹാൻഡ് ഹോൾഡ് ചെയ്ത് നിങ്ങളെ കളിക്കാൻ റെഡിയാക്കും. 90% കേസിലും റിക്രിയേഷണൽ ഗെയിം കളിക്കുന്ന ആൾക്കാർക്ക് ഇഞ്ചുറി അല്ലെങ്കിൽ പ്രോബ്ലംസ് വരുന്നതിൻ്റെ കാര്യം പ്രോപ്പർ വാമപ്പോ പ്രോപ്പർ എക്യുപ്മെൻറ്റോ യൂസ് ചെയ്യാത്തതുകൊണ്ടാണ്. ചില കേസിൽ ഇമ്പാക്റ്റ് ഇഞ്ചുറീസ് ഉണ്ട്. അല്ലാത്ത കേസിൽ ഇതാണ് ഏറ്റവും പ്രധാന പ്രോബ്ലം. അതുകൊണ്ടാണ് പല ആൾക്കാരും കളിയിലേക്ക് വരാൻ മടിക്കുന്നത്. അപ്പം നമ്മുടെ ഒരു പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് അത്തരം ബാരിയേഴ്സ് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഒരു പ്രോഗ്രാമിൽ വരികയാണെങ്കിൽ ആൾക്കാർക്ക് പ്രോപ്പർ വാമപ്പ് ഉണ്ടാവും, പ്രോപ്പർ എക്യുപ്മെൻറ്റ് ഗൈഡൻസ് ഉണ്ടാവും, പ്രോപ്പർ സ്കിൽ ബിൽഡിംഗ് ഡ്രിൽസ് ഉണ്ടാവും കളിയുടെ കൂടെ തന്നെ. അതിനുശേഷം പ്രോപ്പർ കൂൾ ഡൗണും ഉണ്ടാവും. ഒരു കളി കളിച്ചതിന് ശേഷം അടുത്ത ദിവസം നമ്മൾ ജോലിക്ക് പോകുമ്പോൾ നമുക്ക് മസിൽ പെയിനും ഒക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് പ്രോപ്പർ കൂൾ ഡൗൺ വളരെ അത്യാവശ്യമാണ്. ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ഒരു സ്ട്രക്ചേർഡ് പ്രോഗ്രാമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ടാണ് അതിനകത്തുള്ളത്. അപ്പം നമ്മുടെ പല പ്രോഗ്രാംസിനും കൂടെ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന കോംപ്രിഹെൻസീവായിട്ട് അവർക്ക്
എൻ്റർടൈനിങ് ആയിട്ട് സന്തോഷത്തോടു കൂടി ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനും പറ്റും. എന്നാൽ ഇഞ്ചുറി പോലുള്ള പ്രോബ്ലംസ് വരില്ല എന്നവർക്ക് ഉറപ്പായിട്ട് വിശ്വസിക്കാനും പറ്റും. അതാണ് നമ്മൾ കൊടുക്കുന്ന പ്രോമിസ്. നിങ്ങൾക്ക് വളരെ കൺവീനിയൻ്റ് ആയിട്ട് വളരെ കംഫർട്ടബിളായിട്ട് സ്പോർട്സിലേക്ക് വരാനും സ്പോർട്സിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് കണ്ടിന്യൂ ചെയ്യാനും സ്പോർട്സ് ഫോർ യു ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ പറ്റും.